നമസ്കാരം. കാന്തപുരം വിഭാഗം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചോ? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഇന്നലെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ വാർത്തക്കടിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ചില ആളുകൾ മാന്യമായ ഭാഷയാണ് ഉപയോഗിച്ചതെങ്കിൽ ചില ആളുകൾ അവരുടെ നിലവാരവും സംസ്കാരവും ഒക്കെ വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ചില പ്രതികരണങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ആ പ്രതികരണങ്ങൾ മാത്രമല്ല ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകാൻ തീരുമാനിച്ചത് ആ പ്രതികരണങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, വീണ്ടും ചില വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. ഇന്നലെ മീഡിയ വണ്ണിലും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഫേസ്ബുക്ക് പേജിലുമൊക്കെ ഈ വാർത്ത ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വീഡിയോ വാർത്ത ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഇന്നലെ തന്നെ ഇവിടെ റിപ്പോർട്ടറിന്റെ യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിലൊരു വാർത്ത, അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ ഹക്കീം അസ്ഹരി പ്രതികരിക്കുന്ന ഒരു വാർത്ത കൂടെ ഇവിടെ റിപ്പോർട്ടറിന്റെ യൂട്യൂബ് ചാനൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വാർത്ത ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ ഇന്നാണ്. എന്തായാലും ഇന്നലെ കണ്ട ഈ രണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇന്ന് ഈ വീഡിയോ കൂടെ കണ്ട സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിട്ടുള്ള ചില പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് അക്കാര്യം ആ പ്രതികരിച്ച ആളുകളെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്താം എന്ന് കരുതി ഒരു വീഡിയോ കൂടെ ചെയ്യുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകളൊക്കെ അവരുടെ ആ ഒരു നിലവാരത്തിനും സംസ്കാരത്തിനും അനുസരിച്ചൊക്കെ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് അവരുടെ നിലവാരമാണ്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാനിവിടെ കാന്തപുരം വിഭാഗം എന്ന് വളരെ കൃത്യമായി, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് ഹക്കീം അസ്ഹരി എന്നൊക്കെ വളരെ കൃത്യമായി മാന്യമായി അവരെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അത്തരമുള്ള വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചത്. എന്നാൽ തിരിച്ച് ചില ആളുകളൊക്കെ ഇവിടെ കാന്തപുരം ഉസ്താദിന്റെയും അതുപോലെ തന്നെ ഹക്കീം അസ്ഹരിയുടെയും ആ സംവിധാനത്തിന്റെയും ഒക്കെ പേര് മോശമാക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരക്കാർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ അങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞത് കൊണ്ടല്ല എന്റെ ഈ ഒരു വിശദീകരണം. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഒരിക്കൽ കൂടെ അത് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. കത്തെവിടെ എന്നൊക്കെ ചോദിച്ചാണ് കൂടുതൽ ആളുകൾ രംഗത്തെത്തിയത്. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ AP അബ്ദുൽ ഹക്കീം അസ്ഹരി അദ്ദേഹം റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഒരു പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇന്ന് ആ പ്രതികരണം വളരെ കൃത്യമായി കേട്ടു. അതായത് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ എന്താണ്, അങ്ങനെ നേരത്തെയും ആളുകൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ, AK ആന്റണി മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. എന്തായാലും ഞങ്ങളുടെ പിന്തുണ 3 പേർക്കും പിന്തുണയുണ്ട്. അതായത് രമേശ് ചെന്നിത്തലക്കുണ്ട്, കെ.സി. വേണുഗോപാലിനുണ്ട്, VD സതീശനുണ്ട്. ഞങ്ങൾ 3 പേരെയും പിന്തുണക്കുന്നു. ഇനി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലൊന്നും കുഴപ്പമില്ല എന്ന് ഇവിടെ ഹക്കീം അസ്ഹരി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഹക്കീം അസ്ഹരിയുടെ ആ പ്രതികരണത്തിന് ശേഷം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ TVയിലെ മാധ്യമ പ്രവർത്തകൻ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഹൈക്കമാൻഡിന് വളരെ രഹസ്യമായി ഒരു മെയില് ഇവിടെ കാന്തപുരം വിഭാഗം അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ട് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്തായാലും ഈ മാധ്യമ പ്രവർത്തകൻ രഹസ്യമായി മർക്കസിൽ നിന്നും അയച്ച ഒരു മെയിലുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമ പ്രവർത്തകൻ വളരെ ഉറപ്പിച്ച കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഉറപ്പിച്ച കാര്യങ്ങൾ പറയുന്ന മാധ്യമ പ്രവർത്തകനെതിരെ ഒരു വാക്കും ആരും പറയുന്നത് കേട്ടില്ല. അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ മാധ്യമ പ്രവർത്തകൻ പ്രചരിപ്പിച്ചത് എങ്കിൽ ആ വാർത്ത കൊടുത്ത ആ മാധ്യമ പ്രവർത്തകനെതിരെ അല്ലെങ്കിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയണമായിരുന്നു. അതായത് മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്തായാലും അക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉയർന്നു വന്നപ്പോൾ നിക്കക്കള്ളിയില്ലാതെ ചില ആളുകൾ തെറി പറയുന്നു അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നു. എന്തായാലും ആ വേല കയ്യിൽ വെച്ചാൽ മതി. നിലപാട് എന്താണ് എന്നുള്ളത് അത് വളരെ കൃത്യമായി പറയണം. കാന്തപുരം ഉസ്താദിനെയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളൊക്കെ ചില ആളുകളൊക്കെ എന്നെ മറ്റു ചില വിഭാഗത്തിന്റെ ആളാണ് എന്ന രീതിയിൽ എന്നെ കുറിച്ച് ചില വാർത്തകളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ഞാൻ ഒരു വിഭാഗത്തിന്റെയും ആളല്ല. സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആള് തന്നെയാണ്. കാന്തപുരം ഉസ്താദിനെയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഉസ്താദുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേട്ടാൽ അത് മുഖത്ത് നോക്കി പറയാൻ മറ്റു സംവിധാനങ്ങളില്ല. എനിക്ക് ഇവിടെ SSFുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാന്തപുരം വിഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ല ഞാൻ. ആ സംഘടനാ വേദികളിൽ മറുപടി പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട കാര്യങ്ങൾക്ക് എന്റെ ചാനൽ വഴിയും അതുപോലെ തന്നെ എന്റെ FB പേജ് വഴിയും തന്നെയാണ് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയാറുള്ളത്, എന്റെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താറുള്ളത്. ആ നിലക്ക് ഞാൻ എന്റെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി. ശരിയല്ലാത്ത ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് ശരിയല്ല എന്ന് തന്നെ പറയും.
എന്തായാലും ഇവിടെ കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസേരി ഇവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ രഹസ്യമായി മർക്കസിൽ നിന്നൊരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ മാധ്യമ പ്രവർത്തകൻ അറിയാൻ പാടില്ല. ഇവിടെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് അലി കിനാലൂരിന്റെ ഒരു FB കുറിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചില ആളുകളൊക്കെ മലബാറിലെ മുസ്ലിം സ്ഥാപനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന കാര്യത്തിൽ അവർ വിജയിക്കുന്നു. എന്തായാലും അത് അവരുടെ മിടുക്കാണ്. ഇത്തരക്കാരെ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നാണ് മുഹമ്മദ് അലി കിനാലൂരിന്റെ കുറിപ്പ്. നേരത്തെ ഞാനൊരു കാര്യം ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. കാന്തപുരം ഉസ്താദ് അറിയാതെ മർക്കസിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ഒരു ചോദ്യം. ഇവിടെ ആ ചോദ്യം ഉന്നയിക്കാനുണ്ടായ ഒരു സാഹചര്യം തിരുവത്രയിലെ അഷറഫ് ഹാജി എന്ന് പറയുന്ന കാന്തപുരം ഉസ്താദുമായി ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു മനുഷ്യൻ ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം മുസ്ലിം ജമാഅത്തുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. കാന്തപുരം ഉസ്താദുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം തോന്നി. അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ എന്റെ ചാനലിലൂടെ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു. ആ വാർത്ത പിൻവലിക്കുന്നതിന് വേണ്ടി എന്നെ മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളൊക്കെ എന്നെ വിളിച്ചു. ഞാൻ ആരുടെയും പേര് വിവരങ്ങളൊന്നും പറയുന്നില്ല. കാരണം അത് പിൻവലിക്കാൻ പറഞ്ഞത് അതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തായാലും അത്തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ ഞാൻ സംശയിച്ചു പോവുകയാണ്. ആ ഒരു സംശയം ഫലപ്പെട്ടിരിക്കുകയാണ്. അതായത് എന്തിനാണ് വെറുതെ ഇത്തരത്തിലുള്ള ആളുകളോട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ, ഈ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഈ മർക്കസിനകത്ത് കയറി അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നത്? അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ എന്തിനാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും അത് അറിയണം. കാരണം കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ പറയണം. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വെറുതെ ചാനലിനടിയിൽ, വീഡിയോക്കടിയിൽ വന്ന് തെറി വിളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് പ്രതികരിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ജനങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു പൊതുജനം, ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. അതിന് കൃത്യമായ മറുപടി പറയുക. എന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തും, ഖേദം പ്രകടിപ്പിക്കും. അതേസമയം അത് വീഴ്ചയല്ല, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന ബോധ്യം എനിക്കുള്ള കാലത്തോളം ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. വരട്ടാനുള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. അത്തരത്തിലുള്ള വേലയൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.